അമേരിക്കയെയും ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ഇത്തരം സപ്പോർട്ടിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും എല്ലാ സമയത്തും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ അതല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെയാണ് അറ്റാക്ക് ചെയ്യാറ്. അപ്പൊ അതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളായ ഇന്ത്യയിലെ ചില ആളുകൾ എല്ലാ സമയത്തും ഈ രണ്ട് രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചില ആളുകൾ അമേരിക്കയുടെ സാമ്രാജ്യത്വ ശൈലി, അമേരിക്കയുടെ ആ ലോക പോലീസ് എന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കാണുമ്പോൾ അതിൽ ആഹ്ലാദം കണ്ടും ഈ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും നമ്മുടെ പ്രദേശത്തുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്ക ഈ അടുത്ത കാലത്ത് മറ്റു പല രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കുകയും മറ്റു പല രാജ്യങ്ങൾക്കെതിരെ ഭീഷണി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് എന്ന പ്രദേശം പിടിച്ചടക്കാനായിട്ട് അമേരിക്ക പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ ഇറാൻ യുദ്ധം കഴിഞ്ഞാൽ തൊട്ടടുത്തത് ഗ്രീൻലാൻഡുമായിട്ടായിരിക്കും എന്നുള്ള ഒരു കിംവദന്തി ഈ അടുത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ വരുന്നുണ്ട്. അതുകൂടാതെ അമേരിക്കയിലെ തന്നെ മറ്റു രാജ്യങ്ങളായ മെക്സിക്കോ, ക്യൂബ, വെനസ്വേല, അതുപോലെ തന്നെ മറ്റൊരു രാജ്യം കൂടിയുണ്ട്. ഈ രാജ്യങ്ങളെയും കൂടി അമേരിക്ക ലക്ഷ്യമിട്ടിട്ടുണ്ട്. അപ്പം അടുത്തത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിക്കൊള്ളണമെന്നില്ല. ഏത് രാജ്യത്തെയും അറ്റാക്ക് ചെയ്യാനുള്ള, ഏത് രാജ്യത്തെയും കടന്നു കയറി അവിടെ സാമ്രാജ്യത്വ ശൈലിയിലും അവരെ തകർക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അമേരിക്ക ഇപ്പം തന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നത്.